നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു തൻ്റെ മരണത്തെ പ്രവചിക്കുന്നു. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, ഈ വചനങ്ങളെയൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട്, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യപ്പ മഹാപുരോഹിതൻ്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിന് ഉപായത്താൽ പിടിച്ച് കൊല്ലുവാൻ ആലോചിച്ചു. എങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിപ്പാൻ പെരുന്നാളിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടത് അത് യേശുവിന് പറ്റിയ ബലഹീനതയായിരുന്നു, യേശുവിൻ്റെ തോൽവിയായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. യേശു ജീവിച്ചിരുന്നപ്പോൾ ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്തെങ്കിലും അവസാനം തൻ്റെ ആ സിദ്ധികളൊക്കെ പോയി. അതുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്, അടക്കപ്പെട്ടത്. പക്ഷേ ശിഷ്യന്മാർ യേശു ഉയർത്തെന്ന് വെറുതെ പറഞ്ഞ് നടക്കുകയാണ്. അതൊന്നും സംഭവിച്ചിട്ടില്ല. യേശു കൊല്ലപ്പെട്ടു. അത് യേശു പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യമാണ് എന്നൊക്കെയാണ് ബൈബിള് വായിക്കാത്ത ആളുകൾ, വെറും കേട്ടുകേഴ്വിയുള്ള ആളുകൾ ഊഹാപോഹം പറയുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇവിടെ വന്നത് മരിക്കാനാണ്, അല്ലെങ്കിൽ യാഗമാകാനാണ്. നമുക്കറിയാം, ഈ രാജ്യത്ത് അശ്വമേധം, അജമേധം, ഗോമേധം, നരമേധം ഇങ്ങനെയുള്ള 4 യാഗങ്ങൾ പ്രസിദ്ധമാണ്. അതായത് പാപിയായ മനുഷ്യന് വേണ്ടി ഒരു കുതിര യാഗമാകുക, ആട് യാഗമാകുക, പശു യാഗമാകുക, അല്ലെങ്കിൽ മനുഷ്യക്കുരുതി. ഇത് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. ആശയം ഏത് രാജ്യത്തുനിന്ന് കിട്ടിയതാണ് എന്നറിഞ്ഞുകൂടാ. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് പാപപരിഹാരത്തിന് വേണ്ടി ആടുകളെ യാഗം കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ഒരാടിനെ ബലിയർപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു ആടിനെ കൊന്നാൽ, ചോരയൊഴുക്കിയാൽ, ആട് നിലവിളിക്കാനും ആട് പടയാനും ഇടയായാൽ എങ്ങനെ പാപമോചനം ഉണ്ടാകും? അത് യുക്തിക്ക് നിരക്കുന്നതല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഇതൊരു സാധന പാഠമാണ്, അത് നിഴലാണ്, ഒരു സാദൃശ്യമാണ്. അതായത് പാപിയും നരകയോഗ്യനുമായ മനുഷ്യന് പകരം ദൈവം മനുഷ്യനായി, അല്ലെങ്കിൽ ഒരു ബലിമൃഗമായി തീരുകയാണ്, പെസഹ കുഞ്ഞാടായി തീരുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. ആടിനെയോ കാളയെയോ അല്ലെങ്കിൽ കുതിരയെയോ അല്ല, സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും യാഗം കഴിച്ചതുകൊണ്ട്, കുരുതി കൊടുത്തതുകൊണ്ടൊന്നും പാപമോചനം ഉണ്ടാകുകയില്ല. പഴയ നിയമത്തിൽ ആടിനെ ബലിയർപ്പിച്ചിരുന്നത് ദൈവകുഞ്ഞാടായ യേശു. മനുഷ്യനായി വന്ന് പാപമില്ലാത്ത യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് മരിക്കും, യാഗമാകും. അതിൻ്റെ നിഴലായിരുന്നു. അതിൻ്റെ പൊരുളാണ് കാൽവറിയിൽ സംഭവിച്ചത്. അതായത് യേശു പെസഹ കുഞ്ഞാടാണ്. പെസഹ എന്ന് പറയുന്നത് ആബീബ് മാസം, യഹൂദന്മാരുടെ 1-ാം മാസം 14-ാം തീയതിയാണ്. 10-ാം തീയതി അവർ ഒരു ആടിനെ മാറ്റി നിർത്തിയിട്ട് അതിനൊരു ഊനവുമില്ല, രോഗവുമില്ല എന്ന് 4 ദിവസം പരീക്ഷിച്ച് തെളിയിച്ച ശേഷം 14-ാം തീയതി സന്ധ്യയ്ക്കാണ് അതിനെ അറുക്കുന്നത്. അതിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കാനായി പാടും ഇല്ല. ഇവിടെ യേശു പറയുകയാണ്, ഇതാ 2 ദിവസം കഴിഞ്ഞ് പെസഹയാണ്, എന്നെ അവർ കൊല്ലും, ഞാൻ കുരിശിക്കപ്പെടും എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ മരണത്തെക്കുറിച്ച് യേശുവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതിൻ്റെ ദിവസവും വിധവുമൊക്കെ യേശുവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം താൻ ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തു പെസഹ ദിവസമാണ് കൊല്ലപ്പെടേണ്ടത്. കാരണം യേശു പെസഹ കുഞ്ഞാടാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞ് എൻ്റെ മരണം നടക്കാൻ പോകുന്നു എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
യഹൂദന്മാരുടെ ശിക്ഷാക്രമം എന്ന് പറയുന്നത് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. യേശുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട്, ഗുരു, ഇങ്ങനെയുള്ള പാപികളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ്, നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞല്ലോ, പാപമില്ലാത്തവൻ കല്ലെറിയാൻ. അപ്പോൾ യഹൂദന്മാരുടെ ശിക്ഷാക്രമം കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത് ആയിരുന്നു. റോമാക്കാര്, അതായത് റോമാ പൗരന്മാരെ കഴുത്തറുത്ത് കൊല്ലുക, അതാണ്. പൗലോസ് അപ്പോസ്തലനെ കഴുത്തറുത്താണ് കൊന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. കാരണം അദ്ദേഹം റോമാ പൗരനായിരുന്നു. യേശുക്രിസ്തുവിനെ കല്ലെറിഞ്ഞാണ് കൊല്ലേണ്ടിയിരുന്നത്. കാരണം അവിടുത്തെ മതകോടതി അങ്ങനെയാണ് ചെയ്യേണ്ടത്, ബൈബിളിൽ അങ്ങനെയാണ് ഉള്ളതും. പക്ഷേ ദൈവത്തിനറിയാമായിരുന്നു, ദൈവത്തിനറിയാം യഹൂദന്മാർ റോമർക്ക് അടിമകളായി തീരും. ആ കാലത്താണ് ദൈവം മനുഷ്യനായി തീരുന്നത്. അപ്പോൾ റോമക്കാര് യഹൂദന്മാർക്ക് നൽകി വന്ന ശിക്ഷാരീതി കുരിശിച്ചു കൊല്ലുക എന്നുള്ളതാണ്. കാരണം അത് അത്ര ഹീനമാണ്. റോമാ പൗരന്മാരെ കുരിശിക്കാൻ പാടില്ല, കാരണം അവർക്ക് കുറച്ച് പ്രിവിലേജ് ഉണ്ട്. എന്നാൽ തങ്ങളുടെ അടിമകളായ യഹൂദന്മാരെ കുരിശിച്ചാണ് കൊല്ലുന്നത്. കാരണം അത് അത്ര ഹീനമാണ്. മരത്തിൽ ആണിയടിച്ച് തൂക്കിയിട്ട് പോകും, അവിടെ കിടന്ന് നിലവിളിക്കും, കാക്ക കൊത്തും, കഴുകൻ കൊത്തും, ഉറുമ്പ് കയറും, ഈച്ച കയറും. അങ്ങനെ രക്തം വാർന്ന് നിലവിളിച്ച് ദാഹിച്ച് അവർ ദിവസങ്ങൾ കൊണ്ട് ചാകുകയാണ്. അതേറ്റവും കിരാതവും ഏറ്റവും നിന്ദ്യവും ഏറ്റവും ദുഃഖകരവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു മരണമാണ് യേശുവിനുണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ യേശു അങ്ങനെയാണ് യാഗമാകാൻ പോകുന്നത്. മനുഷ്യൻ്റെ നരകം അത്ര വേദനാജനകമാണ്, ശാപകരമാണ്. അതാണ് യേശു ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് സർവജ്ഞാനിയായ ദൈവം കണ്ട്, അതാണ് പഴയ നിയമത്തിൽ യേശുവിന് വിധിച്ചിരുന്നത് അല്ലെങ്കിൽ എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന ആളിൻ്റെ കൈയും കാലും തുളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും അതായത് യേശുവിനെ കുരിശിക്കുന്ന സമയത്താണ് കയ്യിലും കാലിലും ആണിയടിക്കുവാൻ ഇടയായത്. കർത്താവായ യേശു പറയുകയാണ്, 2 ദിവസം കഴിഞ്ഞ് പെസഹയാവുന്നു, എന്നെ അവര് കുരിശിക്കാൻ, മനുഷ്യപുത്രനായ എന്നെ അവരെ ക്രൂശിക്കാൻ ഏൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഒരു ഗൂഢാലോചന നടക്കുകയായിരുന്നു. മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അടുക്കൽ മറ്റ് ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ചെന്നിട്ട് നമുക്കിവനെ ഒടുക്കിക്കളയണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, പെസഹ സമയത്ത് പാടില്ല, കാരണം ജനം ഇളകാൻ ഇടയാകും. പക്ഷെ പെസഹയിലാണ് യേശു കൊല്ലപ്പെട്ടത്. പെസഹ ദിവസമാണ് യേശു അവർ പറഞ്ഞു പെസഹയിലരുത്, പെസഹയിൽ പിടിച്ചാൽ യേശുവിൻ്റെ ആളുകളൊക്കെ പ്രക്ഷോഭം ഉണ്ടാക്കാൻ ഇടയാകും. പക്ഷേ യേശു പെസഹയിൽ മരിക്കണം എന്നുള്ളത് പിതാവായ ദൈവം നിശ്ചയിച്ച് പഴയ നിയമത്തിൽ നിഴലായി എഴുതിയിരുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം ആകസ്മികമായിട്ട് സംഭവിച്ചതല്ല. യേശു നമ്മുടെ നരകം അനുഭവിക്കാൻ വന്നതാണ്. അതാണ് യേശു മുൻകൂട്ടി പറയുന്നത്. എല്ലാം യേശു അറിഞ്ഞിരുന്നു, അത് യേശു പറയുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് വേണ്ടി നരകമേൽക്കാൻ വന്ന് യേശുവിനെ സ്നേഹിക്കുവാൻ, ഉയർച്ചെന്നിട്ട് ജീവിക്കുന്ന യേശുവിനെ സ്നേഹിക്കുവാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.